ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ നിന്ന് രക്ഷയ്ക്കായി ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ഷെൽട്ടറുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. മധ്യ ഇസ്രായേലിൽ ഉടനീളം സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്. ഹിസ്ബുള്ള തൊടുത്തുവിട്ട ഒരു റോക്കറ്റ് ഫാർ കാസൻ പട്ടണത്തിലെ ഒരു റോഡിൽ പതിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. അതേസമയം ഇതുവരെ 6 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ചുരുങ്ങിയ തോതിൽ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയതോടെയാണ് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ മിസൈൽ റോക്കറ്റ് ആക്രമണം രൂക്ഷമായത്. ടെൽ അവീവിന് സമീപമുള്ള ഇസ്രായേലി സൈനിക താവളമായ ഗിലോട്ടിനെ ലക്ഷ്യമാക്കി റോക്കറ്റുകൾ തൊടുത്തതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ഫാദി 4 റോക്കറ്റുകളാണ് സൈനിക ഇന്റലിജൻസ് യൂണിറ്റിനും മൊസാദ് ആസ്ഥാനത്തിനും നേരെ തൊടുത്തുവിട്ടത്. ഇവ ലക്ഷ്യം കണ്ടുപോയെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടില്ല. ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തി. ഇത് ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ്. തിരിച്ചടിച്ചാൽ പ്രത്യാക്രമണം രൂക്ഷമാകുമെന്നാണ് മുന്നറിയിപ്പ്. യഥാക്രമം എല്ലാം നടപ്പിലാക്കി. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരപ്രവർത്തനങ്ങളോടുള്ള ഇറാന്റെ നിയമപരവും നിയമാനുസൃതവുമായ പ്രതികരണമാണിത്. സയനിസ്റ്റ് ഭരണകൂടം പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹപ്രവർത്തനങ്ങൾ നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കി. യുഎസിനും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ശത്രുതാപരമായ നടപടികളിൽ അമേരിക്ക ഇടപെടുകയോ ഏതെങ്കിലും ബോംബിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്താൽ ഇറാഖിലെയും പ്രദേശത്തെയും എല്ലാ അമേരിക്കൻ താവളങ്ങളും ലക്ഷ്യമിടുമെന്നാണ് യുഎസിനുള്ള മുന്നറിയിപ്പ്. അതേസമയം ടെൽ അവീവിലെ ജാഫയിൽ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. അക്രമി ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 6 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. 2 അക്രമികളെ വധിച്ചതായും ഭീകരാക്രമണമാണ് നടന്നതെന്ന് സംശയിക്കുന്നതായും ഇസ്രായേലും വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചിട്ടുള്ളത്. ഇറാന്റെ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി പരാജയപ്പെടുത്തിയെന്ന് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചു. ഇസ്രായേലിനെ അമേരിക്കയും സഖ്യകക്ഷികളും സഹായിച്ചെന്നും ബ്ലിങ്കൻ പറഞ്ഞു. ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ളയെയും പ്രധാന കമാൻഡർമാരെയും വധിച്ചതിന് പിന്നാലെ ലെബനനിൽ കരയധിനിവേശം തുടങ്ങിയ ഇസ്രായേൽ രാജ്യത്തുടനീളം വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. തലസ്ഥാനമായ ബെയ്റൂത്തിലും പ്രാന്തപ്രദേശങ്ങളിലും തെക്കൻ ലെബനിലും ബെഖാവാലിയിലും ചൊവ്വാഴ്ച ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു. 24 മണിക്കൂറിനിടെ 95 പേരാണ് മരിച്ചത്. 172 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്തായാലും ശക്തമായ തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് സഹായവുമായി മിസൈലുകൾ കൂടുതൽ അമേരിക്കയും നൽകിയിട്ടുണ്ട്. അതേസമയം അമേരിക്കയും തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്ന് ഇറാൻ പറയുകയും ചെയ്തു.